കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കണമെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് വന്ന് പ്രദർശനം ചെയ്യാം. അപ്പോൾ അങ്ങനെ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കാണാം. അത് കണ്ട് അങ്ങനെ അവിടുന്ന് തൊഴുതു വന്ന് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ ആ കൊടിമരവും അതേപോലെ വലിയ വലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ നടുക്കുള്ള ലക്ഷ്മി ദേവിയും ഒക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവിളക്കൊക്കെ കാണാം. വലതേ സൈഡിൽ ആദ്യത്തെ തൂണും നോക്കി നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല കാഴ്ച, ആകെ തിളക്കം. അതിൻ്റെ എങ്ങനെ നോക്കുമ്പോൾ എന്താ വെച്ചാൽ കാലിൻ്റെ കാൽപാദങ്ങൾ കാണാണ്ട്, അത് മുട്ട് കുത്തിയിട്ടാണ്. അപ്പോൾ കാൽത്തളകളെ കാണാണ്ട് ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ. പിന്നെ അതേപോലെ പട്ട് ഒക്കെ ഞൊറിഞ്ഞു കൊടുത്ത് അരയിൽ അരമണി കിങ്ങിണിയൊക്കെ ചാർത്തി നല്ലൊരു പൊന്നുണ്ണിക്കണ്ണൻ പട്ടുകോണ കൊടുത്ത് നല്ലൊരു ഉണ്ണിയാണ്. മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ മാറത്ത് ഒരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല. അതേപോലെ തന്നെ മുകളിലേക്ക് പിന്നെയും തിരിഞ്ഞ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മുഖത്ത് നല്ല പുഞ്ചിരി. അതേപോലെ തന്നെ നെറ്റിയിലൊരു ഗോപീതിലകം, കൈവളകൾ കാണാണ്ട് വലത്തെ കയ്യിലൊരു വെണ്ണുരുള കൊടുത്തിട്ടുണ്ട്. ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലും പിടിച്ചിട്ടുണ്ട്. തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല രസമായിട്ടുള്ളൊരു ഉണ്ണി. അങ്ങനെ എന്താ പറയുക, അടിയും തുടയൊത്ത ഉണ്ണി. നല്ല അത്യാവശ്യം നല്ല തടിച്ചുരുണ്ട ഉണ്ണിക്കണ്ണ്. വളരെ രസമായിട്ടുള്ളൊരു കാഴ്ച. അങ്ങനെ തിരുമുടിമാലകളുണ്ട്. 2 തിരുമുടിമാല ഉണ്ട്. വെളുത്ത പൂവും തെച്ചിയും തുളസിയായിട്ടുള്ളതും, അതുപോലെ തന്നെ തുളസിയും തെച്ചിയായിട്ടുള്ളതും. അതേപോലെ ഒരു ഉണ്ടമാലയേ ഉള്ളൂ. ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ വെള്ള, ചുവപ്പ്, അതേപോലെ തുളസി അതേപോലെ തന്നെയാണ്. അപ്പോൾ നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് അങ്ങനെ വിചാരിക്കുക. നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ തൊഴുത് പ്രാർത്ഥിക്കുക. എല്ലാവരും മനസ്സുകൊണ്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ഉണ്ണിക്കണ്ണനെ, ആ മുട്ട് കുത്തി നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളിയും ചുവരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നേരെ നമ്മൾ ഗണേശനെ കാണാം. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ കുറച്ചൊക്കെ തിരക്കൊക്കെ ഉണ്ട് അവിടെ. അതിൻ്റെ ഇടയിൽ നോക്കുമ്പോൾ മുഖത്തൊക്കെ കളഭം ചാർത്തിയിട്ടുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്, മാലകൾ വെച്ചിട്ടുണ്ട്, കുറച്ചൊരു ചുവന്ന കരയുള്ള പട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ പോരുമ്പോൾ ചെറിയ കോർണറിലെത്തിയാൽ ഗണേശനെ കണ്ടു തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴുത് മേൽശാന്തിര അവിടുന്ന് അർച്ചന പ്രസാദം വാങ്ങാം. വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നേരെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ അനന്തപത്മനാഭനെയും കണ്ടു തൊഴാം. പത്മനാഭസ്വാമിയുടെ അവിടെ താമരമാലകളുണ്ട്, തുളസിമാല ഉണ്ട്, അതേപോലെ ചെണ്ടുമല്ലിമാലയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ നരസിംഹസ്വാമിയെ കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നമ്മൾ കാണുന്നത് ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ടു തൊഴാം. അങ്ങനെ മുരുകനെയും കണ്ടു തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ നിറയെ മാലകളുണ്ട്, കുങ്കുമമൊക്കെ ഉണ്ട്, തുളസിമാല ഉണ്ട്, അതേപോലെ വെറ്റിലമാലയുണ്ട്. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക.
ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദൻ്റെ രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് മണിക്കിണറും അതേപോലെ ഭഗവാന്റെ നൃത്താറയും കെടാവൾക്കൊക്കെ കണ്ട് തൊഴുത് നേരെ കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നേരെ കുറൂരമ്മയും മേൽപ്പത്തൂരിനെയും നാരദരെയും വസുദേവരെയൊക്കെ അങ്ങനെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിലെത്തി ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. ഭഗവതി ഇന്ന് നല്ല രസമായിട്ടുണ്ട്. മുഖത്തൊക്കെ ചന്ദനമൊക്കെ ചാർത്തി നല്ല ചുവന്ന പട്ടൊക്കെ കൊടുത്ത് പച്ച പട്ട് സൈഡിൽ ചാർത്തിയിട്ടുണ്ട്. പിന്നെ ധാരാളം മാലകളുണ്ട്. നല്ല സ്വർണത്തിൻ്റെ മാലകളുണ്ട്, നെക്ലസ് മാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. കിരീടമൊക്കെ വെച്ച് വളരെ മനോഹരിയായിട്ടിരിക്കുന്നു. അപ്പം അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ കോർണറിലെത്തിയ മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അത് കഴിഞ്ഞ് അവിടുന്ന് പോന്ന് നേരെ നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ നേരെ വന്ന് കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. അവിടെ ഇന്ന് കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ നല്ല കളപ്പം കൊണ്ട് അഭിഷേകം അങ്ങനെ ആയിട്ടുണ്ട്. നല്ല അലങ്കാരമായിട്ടുണ്ട്. ധാരാളം പൂക്കളുണ്ട്, മാലകളുണ്ട്. അയ്യപ്പസ്വാമി പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് പോന്നു കഴിഞ്ഞാൽ നേരെ പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ടു തൊഴുത് നമ്മൾ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള ആ കാളിയമർദ്ദന രൂപിയെ കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹമുള്ള നാരായണാലയത്തിൽ വന്നിട്ടൊന്ന് കണ്ടു തൊഴുത് നമസ്കരിക്കാം. പിന്നീട് ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ നടയിലും വന്ന് പ്രാർത്ഥിച്ച് നമ്മൾ തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീ ദേവിനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.